ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാൽ ചുവടുകൾ ചിലതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. പൂർവ്വപിതാക്കന്മാർ പോയതായ കാൽ ചുവടുകൾ, അവർ നടന്ന് മുന്നേറിയ അവരുടെ പദമുദ്രകൾ, അത് നമുക്ക് ശേഷിപ്പിച്ചിരിക്കുന്ന, നമുക്ക് അവശേഷിപ്പിച്ചിരിക്കുന്ന, നമുക്ക് മാതൃകയാക്കാൻ ഉതകുമാറ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ പദമുദ്രകൾ നോക്കി നാമും നടക്കണം. പഴയ പാതകൾ നോക്കി നാം നടക്കണമെന്ന് എഴുമ്യാവ് പറയും. പഴയ വഴികളിലേക്ക് നോക്കുവിനെന്ന് പറയും. പഴയ വഴികൾ, ദ ഫുട് സ്റ്റെപ്സ് ഓഫ് അവർ ഫോർ ഫാദേഴ്സ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാൽച്ചുവടുകൾ. നാം അബ്രഹാമിനെക്കുറിച്ച് ചില ചിന്തിച്ചു, ഇസ്ഹാക്കിനെക്കുറിച്ച് ചില ചിന്തിച്ചു, നാം യാക്കോബിനെക്കുറിച്ച് ചില ചിന്തിച്ചു, നാം യൗസേപ്പിനെക്കുറിച്ച് ചിലതെല്ലാം ചിന്തിച്ചു. തിരുവചനത്തിൽ നിന്ന് അനേകം കാര്യങ്ങൾ നാം ഒന്നൊന്നായി ഇങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും പഠിച്ചും വരികയാണ്. അടുത്ത സമയത്ത് നാം ചിന്തിച്ചത് ഹാനോക്കിനെക്കുറിച്ചാണ്. ഹാനോക്കിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ നാം ഓർത്തു ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന്. ഹാനോക്ക് ദൈവത്തോട് നടന്നതുപോലെ തന്നെ ദൈവത്തോട് നടന്ന വേറൊരു പൂർവ്വ പിതാവാണ് നോഹ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹയും ദൈവത്തോടുകൂടെ നടന്നു. അത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ആവേശമാണ്. ദൈവത്തോടുകൂടെ നടക്കുക, ദൈവത്തോടുകൂടെ സഞ്ചരിക്കുക, അദൃശ്യനായ ദൈവത്തോടുകൂടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം നിരന്തരം നടക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടക്കുക, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് നടക്കുക, ദൈവത്തിൻ്റെ തേജസ്സിനോട് മുട്ടി ഒരുമിക്കൊണ്ട് നടക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നടക്കുക, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നടക്കുക, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയോടെ ചേർന്ന് നടക്കുക. എന്തൊരു പദവിയാണത്! ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോട് നടന്നതുകൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ടു. മരണം കണ്ടില്ല, മരണം കാണാതെ എടുക്കപ്പെട്ടു. നോഹ ദൈവത്തോട് നടന്നു. വലിയ ന്യായവിധിയുടെ പ്രളയം വന്നപ്പോൾ നോഹ രക്ഷപ്പെട്ടു. നോഹയിൽ കൂടി കിട്ടിയ വചനം വിശ്വസിച്ചവരും രക്ഷപ്പെട്ടു. പെട്ടകത്തിൽ കിടന്ന് രക്ഷപ്പെട്ടു. ദൈവത്തോടുകൂടെ നടന്നാൽ രക്ഷയുണ്ട്. ദൈവത്തോട് നടന്നാൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. ദൈവത്തോടുകൂടെ നടക്കുക. ദൈവത്തോട് നടക്കുന്നവർക്ക് രക്ഷയുണ്ട്. ദൈവത്തോട് നടക്കുന്നവർക്ക് ജീവമാർഗത്തിലൂടെ ജീവിതം നയിക്കാം. അവർക്ക് അവസാനം ദൈവസന്നിധിയിൽ തന്നെ ചെന്ന് ലയിച്ച് ചേരുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. നാം അന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, നോഹയുടെ കാലം അതൊരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നോഹയുടെ കാലം നാം അന്ന് വായിച്ചൊരു വേദഭാഗം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ കാണും. രണ്ട് വേദഭാഗമുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, മറ്റൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുമാണ്. മത്തായി 24-ന്റെ 37, 38, 39 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ വരവ്, മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ, അന്നത്തെ ജനം, തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. സാധാരണ ജീവിതം നയിച്ചു പോന്നു. സാധാരണ ജീവിതം, തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക, ദൈനംദിന ജീവിതം നയിച്ചു പോന്നു. നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. ആ മഹാനാശം സംഭവിക്കുന്നവരെയും എന്താണ് സംഭവിക്കാൻ പോകുന്നവരറിഞ്ഞില്ല. എന്നാൽ അറിഞ്ഞില്ലേ? വചനം കേട്ടതാണ്, നോഹയുടെ പ്രസംഗം കേട്ടതാണ്. നോഹ ജനത്തെ ഉത്ബോധിപ്പിച്ചത് അവർ കേട്ടതാണ്. നോഹ ജനത്തിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തത് അവർ കേട്ടതാണ്. പക്ഷേ വചനം പറയുന്നു, അവരത് ഗവനിച്ചില്ല. മുന്നറിയിപ്പുകൾ കിട്ടി, പ്രളയം വരാൻ പോകുന്നു, ശിക്ഷാവിധി വരാൻ പോകുന്നു, എല്ലാം മുടിയാൻ പോകുന്നു എന്നുള്ളതായി മുന്നറിയിപ്പുകൾ കിട്ടി. പക്ഷേ ജനം അതൊന്നും വിശ്വസിച്ചില്ല.
നോഹയെ പരിഹസിക്കുക മാത്രമേ അവർ ചെയ്തുള്ളൂ. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അങ്ങനെ തന്നെയാകും. ക്രിസ്തു വീണ്ടും വരുമെന്നെല്ലാം വചനം കേൾക്കുന്നു, നാം എല്ലാം വിശ്വസിക്കുന്നു. അനേകം ആളുകൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ പലരും വിശ്വസിക്കുന്നില്ല. പ്രസംഗിക്കുന്നവർ പോലും വിശ്വസിക്കുന്നുണ്ടോ? സുവിശേഷകന്മാർ പോലും വിശ്വസിക്കുന്നുണ്ടോ? സുവിശേഷ പ്രസംഗങ്ങൾ ഘോരഘോരമായി പ്രസംഗിക്കുന്നവർ പോലും ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഭയപ്പെടേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതിനൊന്നും വലിയ ഗൗരവമൊന്നും ആരും കൊടുക്കുന്നില്ല. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരുന്നു, ദൈനംദിന ജീവിതം നയിച്ചു പോകുന്നു, സാധാരണ ജീവിതം നയിച്ചു പോകുന്നു, പ്രകടമായ വലിയ പാപമൊന്നുമില്ലെന്ന് സ്വയം സമാധാനപ്പെട്ടു പോകുന്നു, അഥവാ സ്വന്തം ആത്മീയ ജീവിതത്തിൽ സംതൃപ്തി പൂണ്ടും അഭിമാനം പൂണ്ടും ജീവിച്ചു പോകുന്നു. ചില ചടങ്ങുകളും ചില ആചാരങ്ങളും എല്ലാം അനുഷ്ഠിച്ച് അതിൽ സന്തോഷിച്ച് അതിൽ ആമോദിച്ച് അതിൽ പ്രശംസിച്ച് അതിൽ പുകഴ്ന്ന് അതിൽ മാത്രം ആശ്രയിച്ച് ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മറവിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ, ലോകം നാശത്തിൻ്റെ വക്കിലാണെന്നോ, അപകടകരമായ ദശാസന്ധിയിലേക്ക് ലോകം നീങ്ങുന്നുവെന്നോ ആരും ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. വന്ന് മുടിച്ച് കളയുവോളം ആരും അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. ഇത് തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 26-ാം വാക്യം വായിക്കാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കിടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇതുപോലെ തന്നെയാണ് മനുഷ്യപുത്രൻ്റെ വരവും, യേശുക്രിസ്തുവിൻ്റെ വരവും. മനുഷ്യർ ഇത് ഇന്ന് കേൾക്കുമ്പോൾ അത്രയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ പോലും ഈ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരുമല്ല. നിൻ്റെ മഹത്വം ഉദിക്കുന്ന ആൾ നിൽക്കണമോ വലഭാഗത്തിൽ നിന്ന് പാടുന്നവർ, അവരനേകം പേര് മഹത്വം ഉദിക്കുന്ന ക്രിസ്തുവിനെ മഹത്വം ഉദിക്കുന്ന ഒരു നാളുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. താവക മഹിമോദയ ദിവസേ നിൽക്കണമോ വലഭാഗേ എന്ന് പാടുന്നവർ പോലും അനേകരും ഒരു മഹിമോദയ ദിവസമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മഹിമ ഉദിക്കുന്നൊരു ദിവസമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വരവ് നാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നനച്ചിരിയാത്ത സമയത്ത്, ഞാൻ അല്പം പോലും നിരൂപിക്കാത്തൊരു സമയത്ത്, തീർത്തും അപ്രതീക്ഷിതമായൊരു സമയത്ത്, അത് പകലാകാം രാത്രിയാകാം, ജോലി ചെയ്യുമ്പോഴാകാം ഉറങ്ങിക്കിടക്കുമ്പോഴാകാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാത്ത സമയത്ത് യേശു വീണ്ടും വരും. ഞാൻ കള്ളനെ പോലെ വരുമെന്ന് യേശു പറഞ്ഞു. ഈ യേശുവിൻ്റെ വരവ് ഞാൻ നിരൂപിക്കാത്ത സമയത്താണ് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? നാം അത് വിശ്വസിക്കുന്നുണ്ടോ? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും എന്ന് നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത, ആ കാലത്തിൻ്റെ പ്രത്യേകതയെല്ലാം ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം. നോഹയുടെ കാലത്തെ പ്രത്യേകതകൾ അതെല്ലാം തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാം. എന്താണ് നോഹയുടെ കാലത്തെ പ്രത്യേകതകൾ? നമുക്കൊന്നൊന്നായി ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യർ പെരുകിത്തുടങ്ങി. എല്ലാ ലോകത്തും മനുഷ്യർ അങ്ങ് വ്യാപിക്കുകയാണ്, മനുഷ്യർ നിറയുകയാണ്. ഇന്ന് ലോകത്ത് എല്ലാ ദേശങ്ങളിലും മനുഷ്യർ നിറഞ്ഞ് താമസിക്കുകയാണ്. ലോകത്തെമ്പാടും മനുഷ്യർ ചെതറി പാർക്കുകയാണ്, മനുഷ്യർ പെരുകിയിരിക്കുന്നു. എന്താണ് നമുക്ക് വായിക്കാം? 6-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ. മനുഷ്യർ ഭൂമിയിൽ പെരുകിത്തുടങ്ങി. നോഹയുടെ കാലത്ത് മനുഷ്യർ ഭൂമിയിൽ പെരുകിത്തുടങ്ങി. അന്ന് മനുഷ്യൻ്റെ ആയുസ് വളരെ നീണ്ട വർഷങ്ങളായിരുന്നു. 969 കൊല്ലം ജീവിച്ചിരുന്ന മെഥൂസലാഹ്, 962 വർഷം ജീവിച്ചിരുന്ന യാരേദ് എന്നിങ്ങനെയുള്ള പൂർവീയ പിതാക്കന്മാർ
വളരെ കാലം ജീവിച്ചിരുന്നു. എന്നാൽ ജലപ്രളയത്തിന് ശേഷം ഒരു പുതിയ യുഗം ഉണ്ടായി. ആ പുതിയ യുഗമായപ്പോഴാണ് മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വന്നത്. ജലപ്രളയത്തിന് മുൻപ് മനുഷ്യൻ്റെ ആയുസ് വളരെ ദീർഘായുസ്സായിരുന്നു. മനുഷ്യർ പെരുകിത്തുടങ്ങി, ആളുകളങ്ങ് വർദ്ധിച്ചു. ഇന്നും ഇത് തന്നെ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാ നാട്ടുകാരും എല്ലാ നാട്ടിലുമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളീയരെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കാണാം. എവിടെ ചെന്നാലും കേരളീയരെ ഇവിടെ കാണാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തെയും സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറയാം, കേരളത്തിലുള്ള ചിലരെങ്കിലും ലോകത്തിൻ്റെ എല്ലാ കോണിലും മുക്കിലും മൂലയിലുമുണ്ട്. ലോകത്തങ്ങനെ പരന്നിരിക്കുകയാണ് കേരളീയർ. അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരും വിവിധ ദേശങ്ങളിൽ ഇങ്ങനെ പരന്ന് വ്യാപിച്ച് കിടക്കുന്നു. മനുഷ്യർ പെരുകിയിരിക്കുന്നു. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസമൂഹത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ചില പരിഷ്കൃത രാജ്യങ്ങൾ മനുഷ്യൻ്റെ ജനനത്തിന് നിയന്ത്രണം വേണമെന്ന് പറയുന്നത്. കാരണം ആഹാരമില്ല, ശുദ്ധജലക്ഷാമം വരാൻ പോകുന്നു, ശുദ്ധജലത്തിന് ക്ഷാമം വരാൻ പോകുന്നു. ഇന്ന് ആഹാരത്തിന് ക്ഷാമം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ശുദ്ധജലത്തിനും ക്ഷാമം വരാൻ പോകുന്നു. മനുഷ്യരുടെ എണ്ണം കുറയേണ്ടിയിരിക്കുന്നുവെന്ന് ചില ദേശത്തുള്ള ആളുകൾ, ചില പ്രദേശത്തുള്ളതായ ജനങ്ങൾ, ചില രാഷ്ട്ര തലവന്മാർ പോലും ജനന നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു. ആളുകളുടെ പെരുപ്പം നിയന്ത്രിക്കാൻ നോക്കുന്നു. ജനപ്പെരുപ്പം, മനുഷ്യർ പെരുകിത്തുടങ്ങി. നോഹയുടെ കാലത്തും പോലെ തന്നെ വരികയാണ്. മനുഷ്യ പെരുകിത്തുടങ്ങി. അത് ഇന്ന് നാം എല്ലായിടത്തും കാണുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം 6-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. ദുഷ്ടത വലിയതായി, മനുഷ്യൻ്റെ ദുഷ്ടത വലിയതായി. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങൾ എല്ലാം മ്ലേച്ഛമായത്, ഹൃദയത്തിലെല്ലാ തിന്മയും നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാർമ്മിക നിലവാരം അധപ്പതിച്ചു. അധർമ്മം പെരുകിയിരിക്കുന്നു. മോറൽ കറപ്ഷൻ, എല്ലായിടത്തും അനീതി, എല്ലായിടത്തും അഴിമതി, എല്ലായിടത്തും വ്യാജങ്ങൾ, എല്ലായിടത്തും കാപട്യങ്ങൾ, എല്ലായിടത്തും തിന്മകൾ, എല്ലായിടത്തും ക്രൂരതകൾ, എല്ലായിടത്തും എല്ലാ ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും നടമാടുന്ന രംഗങ്ങൾ. സഹോദരങ്ങളെ, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളെല്ലാം ഏറ്റവും ദോഷമുള്ളത് എന്നും യഹോവ കണ്ടു. എല്ലാം കാണും ദൈവം മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദുഷ്ടത തിങ്ങിയതെന്ന് ദൈവം കണ്ടു. ഇന്നത്തെ സമൂഹത്തിൽ ഇത് തന്നെ. മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരം അധപ്പതിച്ചു. അവൻ്റെ ആധ്യാത്മിക നിലവാരം അധപ്പതിച്ചു. പുറമേ കാട്ടിക്കൂട്ടുന്നതായ വേഷവിധാനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ചിലയിടത്ത് പുറമേയുള്ളതായ പള്ളികളുണ്ട്, പുറമേയുള്ളതായ നമസ്കാരങ്ങളുണ്ട്, പുറമേയുള്ളതായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്, പുറമേയുള്ളതായ ചടങ്ങുകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. എല്ലാം നിർജ്ജീവമായ കാര്യങ്ങൾ മാത്രം. അന്തരാത്മാവിനെ സ്പർശിക്കുന്നത് ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. അകത്തു നിന്ന് വരുന്നതായ ഭക്തിയുടെ ആരാധനകൾ ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. അധരാരാധനകളുണ്ട്, ചുണ്ടുകൊണ്ടുള്ളതായ ചൊല്ലിത്തീർക്കലുകളുണ്ട്, ചുണ്ടുകൊണ്ടുള്ളതായ പ്രാർത്ഥനകളുണ്ട്, ചുണ്ടുകൊണ്ടുള്ളതായ ചൊല്ലലുകളുണ്ട്. അല്ലേ, നിങ്ങൾക്കറിഞ്ഞുകൂടെ? ചുണ്ടുകൊണ്ട് ഉച്ചാരണങ്ങൾ, ചുണ്ടുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നു. അത് ചുണ്ടുകൊണ്ട് നല്ല മനോഹരമായ ഗീതങ്ങൾ പാടുന്നു, നല്ല സുന്ദരമായ കീർത്തനങ്ങൾ പാടുന്നു, നല്ല ഹൃദയസ്പർശകമായ ഗീതങ്ങൾ പാടുന്നു, നല്ല ഹൃദയസ്പർശകമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഉണ്ട്, പക്ഷേ ചുണ്ടിൽ മാത്രം തങ്ങി നിൽക്കുന്നു. അത് ഹൃദയത്തിലേക്ക് പോകുന്നില്ല. ഹൃദയത്തിൽ ദോഷമാണ്, ഹൃദയത്തിൽ തിന്മയാണ്. സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് സ്നേഹത്തിൻ്റെ രാജാധിരാജാവായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അക്രമങ്ങൾ അഴിഞ്ഞാടുന്നു. ഇന്ന് കൊള്ളരുതായ്മകൾ നടക്കുന്നു.
ഇന്ന് വഴക്കുകൾ ഉണ്ടാകുന്നു. ഇന്ന് കൂട്ടായ്മകൾ ഭിന്നിച്ച് കഴിയുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തിലാണ് കൂട്ടായ്മകൾ, യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥനാ യോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിലാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ. പക്ഷേ പരസ്പരം ഭിന്നതയിലാണ്, പരസ്പരം ഉൾപ്പോരാണ്, പരസ്പരം തൊഴുത്തിൽ കുത്താണ്, പരസ്പരം ആടുമോഷണമാണ്. ആടുമോഷണം. ദൈവമക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, ദൈവമക്കളെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. ഒരു കൂട്ടായ്മയിൽ സത്യവചനം കേട്ട് നിൽക്കുന്ന അല്പവിശ്വാസികളായ പാവപ്പെട്ടവരെ വഞ്ചിച്ച് ചതിച്ച് അവരെ ഹൃദയത്തിൽ പല ചിന്താക്കുഴപ്പങ്ങളുണ്ടാക്കി അവരെ വശീകരിച്ച് മാടി അടുപ്പിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നു. എല്ലാം തന്ത്രങ്ങൾ, എവിടെയും കൗശലങ്ങൾ. എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് താനും. ധാർമ്മിക നിലവാരം അധപ്പതിച്ചു. അന്നും നോഹയുടെ കാലത്ത് അത് തന്നെ ഇന്നും ധാർമ്മിക നിലവാരം അധപ്പതിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 6-ാം അധ്യായം 5-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. മനുഷ്യന് അവൻ്റെ പ്രവൃത്തികളെ വേണമെങ്കിൽ നിയന്ത്രിക്കാം, ഇല്ലേ? നിയന്ത്രിക്കാം. മദ്യപാനം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുന്നയാൾക്ക് മദ്യം തൊടാതിരിക്കാം, മദ്യം എടുക്കാതിരിക്കാം, മദ്യം കുടിക്കാതിരിക്കാം. പുകവലിക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നയാൾക്ക് സിഗരറ്റ് എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ബീഡി എടുക്കാതിരിക്കാം, അത് കത്തിക്കാതിരിക്കാം, ചുണ്ടിൽ വയ്ക്കാതിരിക്കാം. അല്ല, ചീത്തപ്പടം കാണുകയില്ല എന്ന് വിചാരിക്കുന്നയാൾക്ക് മ്ലേച്ഛ ചിത്രങ്ങൾ കാണുകയില്ല എന്ന് വിചാരിക്കാം, മ്ലേച്ഛ ചിത്രങ്ങൾ അത് ഉള്ളിടത്ത് പോകുകയില്ലെന്ന് വിചാരിക്കാം, അഥവാ അത് കാണുമ്പോൾ കണ്ണടച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം? ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത്. ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ചിന്തകൾ കാട് കയറിപ്പോകുന്നു. കടിഞ്ഞാണില്ലാത്ത ചിന്തകൾ, വികാരങ്ങൾ, ഹൃദയത്തിലെ നിരൂപണങ്ങൾ, വൈരാഗ്യ നിരൂപണങ്ങൾ, പകയും വിദ്വേഷവും ഹൃദയത്തിൽ നിരൂപണം, ഇഷ്ടക്കുറവും മുഷിച്ചിലും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളു മൂടിക്കെട്ടിയിരിക്കുന്നു. പുറമേ ചിരിക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്. പുറമേ അമ്മായിയമ്മയും മരുമകളും പുറമേ വർത്തമാനം പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ ഇഷ്ടക്കുറവും മുഷിച്ചിലും നീരസവും കയ്പും തിങ്ങി നിൽക്കുകയാണ്. പുറമേ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളിലും മിണ്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ വഴക്കും വൈരാഗ്യവും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേയാളെ കെണിയിൽ വീഴിക്കാൻ ഒരാൾ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുകയാണ്. അത് ഇങ്ങേറ്റം കൂട്ടായ്മകളിൽ പോലും ഇതെല്ലാം നടക്കുന്നു. സുവിശേഷ രംഗങ്ങളിൽ പോലും ഇതെല്ലാം നടക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളത് അത്രയെന്ന് യഹോവ കണ്ടു. ധാർമ്മിക നിലവാരം ആസ്വദിച്ചു. 3-ാമത്തെ കാര്യം എന്താണ്? നമുക്ക് വായിക്കാം. 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എന്നാൽ ഭൂമി ദൈവത്തിനു മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ഭൂമി ദൈവത്തിന് മുൻപാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. അടുത്ത വാക്യം. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, അല്ലേ, ഇന്ന് എല്ലാം വഷളായിരിക്കുകയല്ലേ? ഇന്ന് എന്താണ് സ്ഥിതി? ഇന്നത്തെ പല സ്ഥലങ്ങളിലും അനേകം വൃത്തികെട്ട കൂട്ടുകെട്ടുകളിലേക്ക് ചെറുപ്പക്കാർ പോവുകയല്ലേ. ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമായവരും. വിവാഹ പൂർവ്വബന്ധങ്ങൾ, വിവാഹ ഇതര ബന്ധങ്ങൾ, അതിൽ നിന്ന് സമൂഹത്തെ ഏറ്റവും ഹീനമായി അധപതിപ്പിച്ചിരിക്കുകയല്ലേ. വിവാഹ പൂർവ്വബന്ധങ്ങൾ, പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുൻപുള്ളതായ അഴുക്ക് വീഴ്ചകൾ. പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് ശേഷം വിവാഹ ഇതരമായ ബന്ധങ്ങൾ, വിവാഹിതരായ അവർ സ്വന്തം ഭർത്താവല്ലാതെ അന്യ പുരുഷനോട്, സ്വന്തം ഭാര്യയല്ലാതെ അന്യ സ്ത്രീയോട് സ്നേഹത്തിൽ അഥവാ പ്രേമത്തിൽ അഥവാ കൊള്ളരുതാത്തതായ ഏറ്റവും ഹീനമായ മ്ലേച്ഛമായ ആഗ്രഹത്തിൽ, മോഹത്തിൽ അടുക്കുന്നതായ ഏറ്റവും ഹീനമായ ജീവിതങ്ങൾ, വിവാഹ ഇതര ബന്ധങ്ങൾ, ഇതെല്ലാം ഇന്ന് എല്ലാ കാലത്തെയും കൂടുതൽ ഇന്ന് നടമാടുകയാണ്. വിവാഹമോചനങ്ങൾ എത്രയാണ് നടക്കുന്നത്? വിവാഹമോചനങ്ങൾ, രാവിലെ വസ്ത്രം ഉടുക്കുന്നു, വൈകുന്നേരം ആ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ഉടുക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം വേറൊരു വസ്ത്രം ഉടുക്കുന്നത് പറയുന്നത് പോലെ, മുണ്ട് മാറുന്നത് പോലെ ഇന്ന് ഭാര്യ മാറുന്ന കാലം, മുണ്ട് മാറുന്നത് പോലെ ഭർത്താവിന് മാറുന്ന കാലം. ലൈംഗിക അരാജകത്വം. എന്താണ് ഈ പറഞ്ഞത്? മോറൽ ഡീഗ്രഡേഷൻ, മോറൽ ഡിക്ലൈൻ, ലൈംഗികമായും സാൻമാർഗികമായുമുള്ള ഹീനത ഇന്ന് നടമാടുകയാണ്. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. നോഹയുടെ കാലത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. 6-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു.
ഏതാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ, ഏതാണ് മനുഷ്യരുടെ പുത്രിമാർ? 2-3 വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. അതിപ്പോൾ വിവരിക്കാൻ നേരമില്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം. ദൈവത്തിൻ്റെ പുത്രിമാരെന്നും ദൈവത്തിൻ്റെ പുത്രന്മാരെന്നും പറയുന്നത് അത് ശേത്തിൻ്റെ പരമ്പരയിൽ, ആദാമിൻ്റെ മകനായ ശേത്തിൻ്റെ പരമ്പരയിലുള്ളതായ മക്കളാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്നും, മനുഷ്യരുടെ പുത്രിമാരെന്ന് പറയുന്നത് കയ്യിൻ്റെ പരമ്പരയിലുള്ളതായ, കയ്യിൻ്റെ ആ വംശപാരമ്പര്യത്തിലുള്ളതായ മക്കളാണെന്നും പറയുന്ന ഒരു വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ സന്തതിയും അശുദ്ധിയുടെ സന്തതിയും തമ്മിൽ ചേർച്ചയായി, വിശുദ്ധ തലമുറയും അശുദ്ധ തലമുറയും തമ്മിൽ കൂട്ടുവീഴ്ചയായി. അത് അപകടകരമാണ്. വിശുദ്ധ തലമുറ അശുദ്ധ തലമുറയോട് ബന്ധപ്പെടാൻ പാടില്ലാത്തതാണ്. വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിച്ചതായ പാരമ്പര്യമുള്ള വിശുദ്ധ ജനം അശുദ്ധിയുടെ പിന്നാലെ പോകാൻ പാടില്ലാത്തതാണ്, അശുദ്ധ തലമുറയോട് ബന്ധപ്പെടാൻ പാടില്ലാത്തതാണ്. എന്നാൽ അത് സംഭവിച്ചു, അത് വലിയ നാശമുണ്ടാക്കി. മറ്റൊന്ന്, ദൈവദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരെ മനുഷ്യരുമായി അരുതാത്തതായ വീഴ്ചയിൽപ്പെട്ടു എന്ന്. അവിടെ ദൈവദൂതന്മാർക്ക് അങ്ങനെയുള്ളതായ ബന്ധമുണ്ടോ എന്ന് സംശയം തോന്നാവുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എങ്കിലും യൂദായുടെ ലേഖനത്തിൽ പറയും, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. യൂദായുടെ ലേഖനം എടുക്കാം. യൂദായുടെ ലേഖനത്തിൽ 2-ാമത്തെ ഖണ്ഡികയിൽ കാണാം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, തങ്ങളുടെ വാഴ്ച സൂക്ഷിച്ചു നോക്കാതെ അവര് ഇറങ്ങിപ്പോയി എന്ന് വായിക്കാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിനും കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, തങ്ങൾ കിട്ടിയ പദവി കാത്തുകൊള്ളാതെ അവര് തങ്ങളുടെ വാസസ്ഥലം വിട്ട്, സ്വർഗ്ഗവാസസ്ഥലം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി മനുഷ്യപുത്രന്മാരുമായി സഹശയനം നടത്തിയതായ ദൂതന്മാരെ അവർ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നെന്ന് യൂദായുടെ ലേഖനത്തിൽ പറയുന്നതുകൊണ്ട് അങ്ങനെയുള്ള ദൂതന്മാരായിരിക്കാം എന്ന് ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെന്തുമാകട്ടെ, ഒന്ന് മാത്രം ഓർക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട അനേകർ പാപത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ചു പോന്ന ദൈവമക്കൾ ചിലർ തിന്മയിലേക്ക് പോയി. ധാർമ്മികമായ അധപ്പതനം, സാൻമാർഗികമായ അധപ്പതനം, അക്രമവും അഴിമതിയും പെരുകി, കൊള്ളരുതായ്മകൾ പെരുകി, ദേശത്ത് ജനം പെരുകി, ഒപ്പം തിന്മയും പെരുകി. യേശുവിൻ്റെ വരവിന് ഏറ്റവും അടുത്ത കാലമായി എന്നുള്ളതിൻ്റെ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തെ വിവേചിപ്പാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? ഈ അവസാന നാളുകളെ വിവേചിപ്പാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? കാലം അവസാനമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? യേശു വരാറായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ആരും നനച്ചിരിയാത്ത സമയത്ത് യേശു വരും. കാലം അതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവതരമായൊരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഇനി എത്ര കാലം ഉണ്ടായെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏറ്റവും ഭയാനകമായ കാലങ്ങളെടുത്ത് ഇത് അടുത്തു വരുന്നു. കരുണയുള്ള കർത്താവ് വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ്? എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന, അന്തിക്രിസ്തു എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഭയങ്കരമായ മഹോപദ്രവം, ആ 7 വർഷം ഭയങ്കരമായ മഹാപീഡനകാലം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്ന മഹോപദ്രവകാലം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാ ഭീകരതയിലേക്കും മനുഷ്യതീ തള്ളപ്പെടുന്നൊരു കാലം വരാൻ പോകുന്നു. എന്നാൽ വിശുദ്ധ ജനം മാത്രം യേശു ക്രിസ്തുവിലേക്ക് എടുക്കപ്പെടും. ഇന്ന് ഈ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ യേശുവിൻ്റെ വരവിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമെന്നുള്ളതായ ആ ഉറപ്പ് പ്രാപിക്കണമേ എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ എല്ലാ തിന്മയിൽ നിന്നും വിട്ടകന്ന് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, ക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ട ജനം, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന ജനം, വിശുദ്ധ ജനം മാത്രം, അവരൊരു കുറ്റിയായി ശേഷിക്കുന്ന ജനം, അവർ മാത്രം സ്വീകരിക്കപ്പെടും. ആ മഹാഭാഗ്യശാലികളുടെ നിരയിലേക്ക് ചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കരുണ പകരണമേ. നാഥ, ഈ കാലലക്ഷണങ്ങളെ അറിഞ്ഞുകൊണ്ട് ഞാനിതാ തിരുമുമ്പാകെ വരുന്നു. എൻ്റെ പാപങ്ങൾ നീ ഓർക്കല്ലേ, എൻ്റെ അകൃത്യങ്ങൾ നീ ക്ഷമിക്കണമേ. കാലം അതിൻ്റെ അവസാനത്തേക്ക് അടുത്തു വരുന്ന ഈ സമയത്ത് എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം പുതുക്കണമേ, എൻ്റെ ജീവിതം പുതുതാക്കി തരണമേ. നാഥ, ജലപ്രളയത്തിൻ്റെ ഭീകരതയിലേക്ക് ജനം ആണ്ടുപോയതുപോലെ ശിക്ഷാവിധിയുടെ അപായകരമായ അവസ്ഥയിലേക്ക് ഞാൻ വീണു പോകാതിരിപ്പാൻ എന്നെ നീ രക്ഷിക്കണമേ. പാപത്തിൻ്റെ ഭീകരതയിൽ നിന്നെ കോരിയെടുക്കണമേ, രക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. നിൻ്റെ വരവെങ്കിൽ വിശുദ്ധജനമായി നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും
ഒക്കെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.